ഹരിയാനയിലെ പഞ്ച്കുലയിലുള്ള നാഡ സാഹിബ് ഗുരുദ്വാര കാണാനുള്ള യാത്രയിലാണ് ഞാനിന്ന്. കേരളീയർക്ക് അത്ര പരിചയമല്ലല്ലോ സിഖ് മതം. പഞ്ചാബിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള ഗുരുദ്വാര കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ യാത്ര തിരഞ്ഞെടുത്തത്. രണ്ടാമത്തേതും അവസാനത്തേതുമായ സിഖ് ഗുരു ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് പോട്ടാ സിംഗ് സാഹിബിലേക്കും അനന്തപൂരിലേക്കും പോകും വഴി തന്റെ സൈന്യവുമായി വിശ്രമിച്ച സ്ഥലം എന്ന രീതിയിൽ പ്രശസ്തമാണിത്. 1688 ആണ്ടിലായിരുന്നു ഇത് സംഭവിച്ചത്. നാഡു സാഹ എന്ന നാട്ടുകാരന്റെ നിസ്വാർത്ഥമായ സേവനം കണ്ട് ശ്രീ ഗുരു ഗോവിന്ദ് സാഹിബ് ഈ സ്ഥലത്തിന് നാഡാ സാഹിബ് എന്ന് നാമകരണം ചെയ്തു. ഹരിയാനയിലെ ഗഗർ നദിയുടെയും ശിവാലിക് പർവ്വതനിരയുടെയും ഇടയിലാണ് ഈ മനോഹരമായ പ്രദേശം. ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദേഹശുദ്ധി വരുത്തിയിരിക്കേണ്ടത് അനിവാര്യമാണ്. സിഖ് മത വിശ്വാസപ്രകാരം മുക്തിയിലേക്ക് എത്താൻ 5 പാതകൾ അനിവാര്യമാണ്. അവ സത്യം, ദയ, മനുഷ്യത്വം, സ്നേഹം, സന്തുഷ്ടി എന്നിവയാണ്. അഹങ്കാരമാണ് മനുഷ്യന്റെ പരമമായ ശത്രു. അത് അവനെ ദൈവത്തിങ്കിലേക്കുള്ള വഴിയിൽ തടസ്സമായി നിൽക്കുന്നു. അതിനാൽ അഹങ്കാരം ഉപേക്ഷിക്കുക എന്നതാണ് സിഖ് മതത്തിന്റെ കാതലായ സാരം. അതിനാൽ തന്നെ സിഖ് മതത്തിൽ സേവനമാണ് യഥാർത്ഥ പൂജയായി കരുതുന്നത്. ഗുരുമത് അഥവാ ഗുരുവിലേക്കുള്ള വഴി എന്നും സിഖിസം അറിയപ്പെടുന്നു. എല്ലാ മതവിശ്വാസങ്ങളെ പോലെ സിഖ് മതവും ഏകദൈവ വിശ്വാസത്തിലും നിസ്വാർത്ഥ സേവനത്തിലും സഹാനുഭൂതിയിലും വിശ്വസിക്കുന്നു. നാം സിമരൻ, ദൈവത്തെ ഓർക്കുക എന്നതാണ് ദൈവത്തിലേക്കുള്ള വഴി എന്ന് സിഖിസം കരുതുന്നു. ഓംകാർ, സത്നാം, കർത്താ പൂരഖ്, നിർഭൗ, നിർവൈർ, അകാൽ മൂരത്ത്, അജുനി, സൈബാൻ, ഗുരുപ്രസാദ്. ഏകനായ ദൈവം, സത്യമാകുന്ന ദൈവം, അവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അവന് ഭയമില്ല, അവന് വെറുപ്പില്ല, അവന് സമയകാല ബന്ധങ്ങളില്ല, അവന് ജന്മമില്ല, അവൻ സ്വയം പ്രകാശിക്കുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം. അഹങ്കാരം ലേശമില്ലാതെ ചെയ്യുന്ന ഏതൊരു കർമ്മവും സേവനമാണല്ലോ. സേവനത്തിലൂന്നിയുള്ളതാണ് ഗുരുദ്വാരയിലെ ജീവിതങ്ങൾ. ഒരാൾ പോലും വിശന്ന് കഴിയരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാകാം ഏതൊരു ഗുരുദ്വാരയോടും അനുബന്ധമായി ഒരു പാചകപ്പുരയും സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രവും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഉപ്പാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, മരുഭൂമിയിൽ നിന്നും എടുക്കുന്ന ഉപ്പാണിത്. ഏതൊരു മനുഷ്യനെയും സംതൃപ്തമാക്കുന്നത് ഭക്ഷണമാണല്ലോ. ഓംകാരത്തിന് രൂപമുണ്ടെങ്കിൽ അത് അന്നത്തിന്റെ രൂപമായിരിക്കും എന്ന് പഴമക്കാർ പറയാറുണ്ട്. ദൈവത്തെ അറിയാൻ വേണ്ടിയുള്ള മാർഗമാണ് മതങ്ങൾ എന്നോർത്തുകൊണ്ട് ഞാൻ മനസ്സംതൃപ്തിയോടുകൂടി എൻ്റെ യാത്ര തുടരുന്നു.